also under sun. Election work is also under sun. So sun is really kissing me. I love that kissing. പാത്രം കൊട്ടി കൊറോണ ഓടിക്കുന്നു. കൊറോണ ഓടിക്കാനല്ലല്ലോ പാത്രം കൊട്ടിയത്. അപ്പോൾ ലൈറ്റ്സ് ഓൺ ചെയ്യുന്നത് അതിനല്ലല്ലോ. നമ്മളൊരു എന്താ പറയുക, ഒരു അതിനൊക്കെ എനിക്ക് അറിയില്ല കേട്ടോ, അതൊക്കെ എങ്ങനെ പറയണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചാണകത്തിന്റെ കുഴപ്പം പറയണ്ടേ? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം എടുത്ത് നമ്മളെ തന്നിട്ട് ഇതിന് കുഴപ്പമുണ്ടോ? നമ്മുടെ കുണ്ട്ര മണ്ഡലത്തിൽ ഒരാൾ പോലും. നമസ്കാരം, വണക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇലക്ഷൻ കാലത്ത് ഈ തള്ളു പുരാണം അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇലക്ഷൻ്റെ തീയതി അടുത്ത് വരുന്നുണ്ട്. കേരളം മറ്റൊരു തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ്. രാഷ്ട്രീയക്കാരാകട്ടെ വോട്ട് ചോദിച്ചിട്ട് നമ്മുടെ വീട്ടുപടിക്കൽ എത്തും, വികസനം വരുത്തും, പട്ടിണി മാറ്റും എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷം തോന്നാറുണ്ടല്ലേ. പക്ഷേ ചില സ്ഥാനാർത്ഥികളുടെ പ്രസംഗങ്ങളും വിടുവായത്തനങ്ങളും കേട്ടാൽ സന്തോഷമല്ല, ചിരിയാണ് വരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലായ ചില രത്നങ്ങളെ കുറിച്ചിട്ട് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾക്ക് നേരെ അങ്ങ് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ നമ്മൾക്ക് കൊല്ലം കുണ്ടറയിലെ സ്ഥാനാർത്ഥി റോബിൻ ചേട്ടനെ ഒന്ന് നോക്കിയിട്ട് വരാം. പുള്ളി പറയുന്നത് കുണ്ടറയിൽ ഒരാൾ പോലും പട്ടിണി കിടക്കാൻ പാടില്ലെന്നാണ്. കേൾക്കുമ്പോൾ ശരി, വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ പുള്ളിക്കാരൻ മനസ്സിലാക്കേണ്ടതൊന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികൾ ഉള്ള കുണ്ടറയിൽ ഇത്ര വലിയ പട്ടിണിയാണോ? ഓക്കെ, മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഇവിടെ നിന്നപ്പോ എനിക്ക് എന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം നിങ്ങളെല്ലാവരും എനിക്കൊരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ പട്ടിണി മാറ്റാൻ തൽക്കാലം അവിടെ ഒരു തട്ടുകട എന്തെങ്കിലും ഒന്ന് തുടങ്ങിയാലോ? പോരെങ്കിൽ പുള്ളി പറയുന്നത് ഇത് നമ്മുടെ വിജയമാണ് എന്നാണ്. വോട്ടെടുപ്പ് പോലും കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പ് തന്നെ പുള്ളിക്കാരനാകട്ടെ വിജയം ഉറപ്പിച്ചു. അതിനെ എന്താണ് പറയുന്നത്? ഇതാണ് ആത്മവിശ്വാസം. ഇനി അടുത്തത് നമ്മുടെ താരം, ഒരുപാട് നമ്മൾ മുമ്പും പറഞ്ഞതാണ് ആതിര നായറിനെ കുറിച്ചിട്ട്. UPI ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഈ ചേച്ചിയുടെ കണ്ടുപിടുത്തം. ഒന്ന് അവിടെ പോയി കണ്ടിട്ട് വാ. എങ്ങനെയാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യം നിങ്ങളൊന്ന് എവിടെ പോകണ്ട, നമ്മൾ വണ്ടി പിടിച്ച് പോകണ്ട, ഈ ഗൂഗിളിലൊന്ന് നോക്കൂ അവരെന്തൊക്കെ ചെയ്തു, ഈ മാറ്റം. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ ഏത് വേറെ കൺട്രിയിലുണ്ട് UPI ഇതുപോലെ സജീവമായിട്ട്? നമ്മൾ യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ പ്രായമായിട്ടുള്ളവരായിക്കോട്ടെ, ഏറ്റവും ആൾക്കാർക്കെല്ലാം ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് UPI. ഇത് നമ്മുടെ ഈ ഇന്ത്യയിലല്ലാതെ വേറെ എവിടെയാണ് UPI ഉള്ളത്? ഇത് ആര് കൊണ്ടുവന്നതാണ്? ആര് വന്നതിന് ശേഷം വന്ന? ഇത് പറയുമ്പോൾ നമ്മൾ ഭയങ്കര മറ്റേ ഇതിൻ്റെ കമൻസ് പോലും ഞാൻ കാണാറുണ്ട്, ചാണകം അല്ലെങ്കിൽ ചാണകം തലക്കി കയറി ഇങ്ങനെയൊക്കെ. നിങ്ങൾ നോക്കൂ, ഞാൻ വായിച്ചിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ സിംഗപ്പൂറും ഫ്രാൻസും ഒക്കെ എവിടെ പോയോ ആവോ. പോരാത്തതിന് ഇത് BJP സർക്കാർ വന്നപ്പോൾ ഉണ്ടായതാണെന്നും പറയുന്നു. 2012 ഇതിൻ്റെ പണി തുടങ്ങിയതാണ് ഗൂഗിൾ. എങ്കിലും ഒന്ന് ഈ പുള്ളിക്കാരിക്ക് ചെയ്ത് നോക്കാമായിരുന്നു. അതുപോലെ ഈ അറിവ് എവിടെ നിന്ന് കിട്ടിയതോ അതോ സ്വയം കണ്ടുപിടിച്ചതാണോ എന്ന് മാത്രം ചോദിക്കരുത്. ഇനി കൊറോണ സമയത്ത് പാത്രം കൊട്ടിയത് എന്തിനാണെന്ന് ചോദിച്ചപ്പോഴേക്കും ഈ ചേച്ചിക്കാകട്ടെ ആകെ ഒരു കൺഫ്യൂഷൻ. ഇതൊക്കെ ഈ ഒരു പാർട്ടിയുടെ എന്ന് വെച്ചാൽ കുറെ ട്രോളുകളും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ അതിനെ അംഗീകരിക്കുന്നുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ? ചേട്ടാ, അതിന്റെ റീസണും അവർ തന്നെ പറഞ്ഞില്ലേ ആക്ച്വലി. അതായത് എന്തിനാണ് അങ്ങനെ പാത്രം കുട്ടി ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ പിന്നെ എന്തായിരുന്നു ആ സമയത്ത് നമ്മൾ ചെയ്യാൻ പറഞ്ഞ ലൈറ്റ്സ് ഓൺ, അതൊക്കെ ഒരു ഇപ്പം നമ്മൾ എല്ലാവരും കുറെ ജനങ്ങളെ കൂട്ടി നിർത്തിയിട്ട് ഒരു സ്ഥലത്ത് കൂട്ടി നിർത്തിയിട്ട് മറ്റേ ദീപം തെളിയിക്കാൻ, അതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആയിരുന്നു ആ സമയത്ത്? അല്ല. അപ്പം നമ്മൾ വീടിനുള്ളിൽ ഇരുന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ സമയത്ത്. അല്ലാതെ അതിനെ ട്രോൾ, നമ്മുടെ എന്തൊരു കാര്യം കിട്ടിയാലും അതിനെ വളച്ചൊടിച്ച് വേറൊരു ട്രോളാക്കി ഇവിടെ ഇറക്കുകയാണ്. അത് കണ്ട് നമ്മുടെ ഇതൊന്നും അറിയാത്ത, ഇതിനെപ്പറ്റിയൊന്നും അധികം അറിയാത്ത ആളുകൾ ഇത് എന്താ പറയാ, ഇത് വിശ്വസിക്കുകയാണ്. അപ്പോൾ ലൈറ്റ്സ് ഓൺ ചെയ്യുന്നത് അതിനല്ലല്ലോ. നമ്മളൊരു എന്താ പറയുക, ഒരു അതിനൊക്കെ എനിക്ക് അറിയില്ല കേട്ടോ, അതൊക്കെ എങ്ങനെ പറയണം എന്നുള്ളത്. ഇപ്പോഴും ഞാൻ പറയുന്നല്ലേ, അതൊക്കെ എനിക്കറിയില്ല എന്ത് പറയണം എന്നുള്ളത് ഈ പുള്ളിക്കാരി തന്നെ സമ്മതിക്കുന്നുമുണ്ട്. അറിയില്ലെങ്കിലൊന്നും മിണ്ടാതിരുന്നു കൂടെ? ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് ഒരു ചെറിയ കുട്ടിയോട് ചോദിച്ചാൽ പോലും ഇത് പറഞ്ഞു തരും. ഇതിലും ഭേദം അലൻസിയർ ചേട്ടനെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു. Also under sun. So sun is really kissing me. I love that kissing. People knows that it's a big Modiji's development, Modiji's strategies. Everyone knows. നമുക്കറിയാലോ. So I'm ready to suffer whatever comes from the upper or niche, whatever. കുട്ടിക്ക് മലയാളം അറിയാം. പിന്നീട് വരുന്നു അഞ്ജലി നായരുടെ ഇംഗ്ലീഷ് തരംഗം. തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥി അഞ്ജലി നായരുടെ വക
ഉള്ള ഒരു പ്രധാന ഐറ്റം ഉണ്ട്. ഇംഗ്ലീഷിലും മലയാളവും ഇതുമൊക്കെ മിക്സ് ചെയ്ത് പുള്ളിക്കാരി ഒരു പ്രകടനം നടത്തി. BJP ആൻഡ് നരേന്ദ്രമോദി ഈസ് ഊപ്പർ നീച്ചെ എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങ് തകർന്നു പോയി. പിന്നെ വോട്ട് ചോദിക്കാൻ ചെന്നപ്പോഴേക്കും എല്ലാവരോടും പുള്ളിക്കാരിയാകട്ടെ ഈ കൈ പൊക്കാനായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ആരെങ്കിലും പൊക്കുന്നുണ്ടോ? അതുമില്ല. ഒടുവിൽ നാണക്കേടങ്ങ് ഒഴിവാക്കാനായിട്ട് സാരമില്ല, രഹസ്യമായിട്ട് വോട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി പാവം തലയൂരി. ഇപ്പോൾ എല്ലാവരും വിളിപ്പേരിട്ടിരിക്കുന്നത് ചക്ക ചേച്ചി എന്നാണ്. നമുക്ക് ഇപ്പൊ പോലും നിലവിൽ പോലും നമുക്ക് ഒരുപാട് ഫണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള പദ്ധതികൾ നമുക്കായിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് വിനിയോഗിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കണം. അതുകൊണ്ടാണ് സത്യത്തിൽ ഇതൊന്നിനൊന്നും മാറ്റം വരാത്തത്. ഇപ്പൊ ഈ പറഞ്ഞ കുടിവെള്ളം ആയിക്കോട്ടെ അല്ലെങ്കിൽ പാലം പണി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അതിനൊന്നും ഒരു മാറ്റം വരാത്തത് ഇത് നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. അപ്പം എൻ്റെ ഒരു ഉദ്ദേശം അത് തന്നെയാണ്. നമുക്കിതിനെല്ലാം അവൈലബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ സൊല്യൂഷൻസ് ഉണ്ട്, അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ ഇനി നമ്മൾ വന്നിട്ടെങ്കിലും അതിനൊരു മാറ്റം ഉണ്ടാവണം, സൊല്യൂഷൻസ് കൊണ്ടുവരണം. അപ്പോൾ പറഞ്ഞത് കേട്ടതാണ് കേട്ടോ. എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും കിട്ടുന്ന വാർത്തകളെ അടിസ്ഥാനമാക്കിയിട്ട് പറയുന്ന കാര്യങ്ങളാണിത്. വന്ന സമയത്ത് ഇവിടെ നമ്മുടെ ജനങ്ങൾക്ക് പോലും ഒരു സംശയം ഉണ്ടായിരിക്കാം, ഞാൻ എന്ത് ചെയ്യാൻ, എനിക്ക് ഇങ്ങനെ ഒരു പശ്ചാത്തലം ഇല്ലല്ലോ, ഞാൻ എന്താ ചെയ്യുക എന്നുള്ളൊരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഇന്നത് 6ാമത്തെ ദിവസമാണ്. ഇന്ന് ഈ 6ാമത്തെ ദിവസത്തിലോട്ട് എത്തുമ്പോൾ ജനങ്ങൾക്ക് ആ ഒരു ചിന്ത പോലും മനസ്സിലില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെ അവിടെ തന്നെ എൻ്റെ വിജയമായി. അതുപോലെ തന്നെ നമ്മുടെ ഈ ബിഗ് ബോസ് താരം അഖിൽ മാരാർ ചാണകത്തിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചിട്ടാണ് മാരാർജിയുടെ പ്രസംഗം. ചാണകം മെഴുകിയ തറയിൽ ഉറങ്ങിയ കഥയൊക്കെ കൊള്ളാം, പക്ഷേ ഗോമൂത്രം കുടിക്കുന്നത് നല്ലതാണെന്ന് പ്രചരിപ്പിക്കുന്ന അല്പം കടന്ന കൈയായിപ്പോയില്ലേ. ബിഗ് ബോസിൽ ഇതൊക്കെ നടക്കും, പക്ഷേ രാഷ്ട്രീയത്തിൽ ജനങ്ങൾ ഇതൊന്നും വെറുതെ വിടില്ല. എനിക്ക് തന്നെ അറിഞ്ഞൂടെ ഭഗവാനെ, ഭയങ്കര ഒരു മനക്കെട്ടിയാണ് കേട്ടോ അവരുടെയൊക്കെ. പിന്നെ എനിക്ക് ഇത്രയും പറയാനുള്ളത്, അതൊക്കെ അവരുടെ സംസ്കാരമാണ്. എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ആ സംസ്കാരം പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ പഠിച്ചു വളർന്നൊരു ആ സംസ്കാരത്തിലും അല്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ ഞാൻ ആ രീതിയിൽ തന്നെ കാണുന്നുള്ളൂ. അവരുടെ സംസ്കാരം അവരിങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. അപ്പോൾ അതിന് നമ്മൾ സത്യം പറഞ്ഞാൽ മറുപടി കൊടുക്കാത്തതാണ് നമ്മുടെ ഇതൊക്കെ വെറും സാമ്പിൾ മാത്രമാണ്. ഇലക്ഷൻ കഴിയുന്നതുവരെ ഇത്തരം തമാശകൾക്ക് ഒരു കുറവും ഉണ്ടാകില്ല. നിങ്ങൾക്ക് ഏത് സ്ഥാനാർത്ഥിയുടെ തള്ളാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ആതിര നായർ ഏറ്റുമാനിൽ എത്തിയപ്പോൾ നാട്ടുകാർക്ക് വലിയ സംശയമായിരുന്നു, ഈ കുട്ടി വന്നിട്ട് എന്ത് ചെയ്യാനാണെന്ന്. മെഴുകിയ തറയിൽ ഞാനും അമ്മൂമ്മയും കൂടെ പണ്ട് കിടന്നുറങ്ങിയത് ചാണകം മെഴുകിയ തറയിലാ. അത്രയും അതുകൊണ്ട് തന്നെ ചാണകത്തിന്റെ കുഴപ്പം പറയണ്ടേ? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം എടുത്ത് നമ്മളെ തന്നിട്ട് ഇതിന് കുഴപ്പമുണ്ടോ? ചാണകത്തിന്റെ ഗുണഘടനകളെ പറ്റി അറിവില്ലായ്മ കൊണ്ടല്ല ഒരു കോൺഗ്രസ് പ്രവർത്തകർ അത് പറയുന്നത്. ചാണകം കഴിക്കുന്നത് നല്ലതാണ്, ചാണകം ദേഹത്ത് പുരട്ടുന്നത് നല്ലതാണ്, ഗോമൂത്രം കുടിക്കുന്നത് നല്ലതാണെന്നൊക്കെ പ്രചരിപ്പിച്ച രാഷ്ട്രീയ നേതാക്കളുണ്ട് BJP. ആയുർവേദപരമായിട്ട് ഇതൊക്കെ ഗുണമുണ്ട്. ഇപ്പൊ ഞാനിതൊന്നും ചെയ്യുന്നില്ല. പക്ഷേ 6ാം ദിവസം എത്തിയപ്പോഴേക്കും ആ സംശയമൊക്കെ ഒന്ന് മാറി എന്ന് ആതിര തന്നെ പറയുന്നു. സത്യമാണ്, ആ സംശയം ഇപ്പോഴില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരിയെ കൊണ്ട് ഒരു കാര്യവും നടക്കില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഇത്രയും കുറഞ്ഞ ദിവസം കൊണ്ട് ഇത്രയധികം മണ്ടത്തനങ്ങൾ വിളിച്ചു പറയാനായിട്ട് വേറെ ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ ആതിരയുടെ വിജയം അവിടെ തന്നെ സംഭവിച്ചു കഴിഞ്ഞു എന്നതാണ് സത്യം. പിന്നെ എത്രയൊക്കെ ട്രോളുകൾ വന്നാലും ആതിര തളരുകയേയില്ല. കാരണം പുള്ളിക്കാരിക്ക് നല്ല മനക്കട്ടിയാണ്. പെൺകുട്ടിയാണെന്ന് കരുതി തന്നെ സങ്കടപ്പെടുത്താമെന്ന് ആരും വിചാരിക്കേണ്ട. ആ ഒരു തൊലിക്കട്ടി അപാരം തന്നെ. പക്ഷേ ഈ പുള്ളിക്കാരി തളരരുത് എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. കാരണം പുള്ളിക്കാരി തളർന്നാൽ പിന്നെ എല്ലാവർക്കും ട്രോളാൻ ആരെ കിട്ടും? ഓരോരോ ദിവസവും പുതിയ മണ്ടത്തനങ്ങൾ വിളിച്ചു പറഞ്ഞാലേ എല്ലാവർക്കും ആഘോഷിക്കുവാൻ പറ്റൂ എന്നുള്ളൊരു സ്ഥിതിയിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇലക്ഷൻ കാലത്തെ കോമഡികൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇന്ന് കണ്ടത് വെറും മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഇതുപോലുള്ള കുറേ വിചിത്രമായ വാഗ്ദാനങ്ങളും അബദ്ധ പ്രസംഗങ്ങളും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഈ വർഷമാകട്ടെ കുറച്ചുകൂടി ഹൈടെക് ആയിട്ടുണ്ട് സംഗതികൾ എന്ന് വേണം പറയുവാനായിട്ട്. മാത്രമല്ല UPയുടെ ചരിത്രം മാറ്റി എഴുതുവാനും അതുപോലെ പട്ടിണി മാറ്റാൻ തട്ടുകട തുടങ്ങാൻ റെഡിയായിട്ട് നിൽക്കുന്നവരും ചാണകത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ ശാസ്ത്രീയം തെളിയിക്കാൻ നോക്കുന്നവരും ഒക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ സജീവമാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ജനങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തും വിളിച്ചു പറയാൻ മടിക്കാത്തൊരു വിഭാഗം രാഷ്ട്രീയക്കാർ നമ്മൾക്കിടയിലുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് ഇത്തരം തള്ളുകളൊന്നും പണ്ടത്തെ പോലെ
അത്ര വേഗം ചിലവാകില്ല. ഓരോ വാക്കും ഗൂഗിൾ ചെയ്ത് പരിശോധിക്കുന്ന ഒരു തലമുറ ഇവിടെയുണ്ട് എന്ന് സ്ഥാനാർത്ഥികൾ ഓർക്കുന്നത് നന്നായിരിക്കും. വെറുതെ അറിവില്ലായ്മ വിളിച്ചു പറഞ്ഞ് സ്വന്തം ട്രോൾ മെറ്റീരിയൽ ആകാതിരിക്കുവാൻ ഇനിയെങ്കിലും ഇവർ ശ്രദ്ധിക്കുമെന്ന് നമ്മൾക്ക് പ്രത്യാശിക്കാം. പ്രത്യേകിച്ചും ആതിര നായരെ പോലുള്ള യുവ സ്ഥാനാർത്ഥികൾ ഇത്തരം അബദ്ധങ്ങൾ പറയുമ്പോൾ അതൊരു പാർട്ടിയെ മാത്രമല്ല യുവ തലമുറയുടെ ഒരു രാഷ്ട്രീയ ബോധത്തെ തന്നെയാണല്ലോ പരിഹസിക്കുന്നത്. അതുപോലെ അഖിൽ മാരാറെ പോലെയുള്ള ബിഗ് ബോസ് കളിച്ച് വോട്ട് പിടിക്കാമെന്ന് കരുതുന്നവരും രാഷ്ട്രീയത്തിന് ഗൗരവം ഉൾക്കൊള്ളേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ആരുടെ പെർഫോമൻസാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ ചിരിപ്പിച്ചത്, അല്ലെങ്കിൽ ഏത് സ്ഥാനാർത്ഥിയുടെ വാഗ്ദാനമാണ് ഏറ്റവും വലിയ മണ്ടത്തരമായിട്ട് നിങ്ങൾക്ക് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രാഷ്ട്രീയത്തിലെ ഇത്തരം രസകരമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ഒരു ലൈക്കും ഹൈപ്പും കൂടെ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇതുവരെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.